നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം, പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി സർക്കാർ. ആഭ്യന്തര വകുപ്പിലെ സെക്ഷൻ ഓഫീസർ VK ബിന്ദുവിനാണ് അണ്ടർ സെക്രട്ടറിയായ സ്ഥാനക്കയറ്റം നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനായിരുന്നു സസ്പെൻഷൻ നേരിട്ടത്. MG പ്രതീഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഭരണപക്ഷം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അവസാനം പ്രൊഫോമ റിപ്പോർട്ട് നൽകുന്നതിലടക്കം അതിൽ കാലതാമസം വരുത്തിയതിന് സർക്കാർ ഏറെ പഴികേട്ടതുമാണ്. അന്നെടുത്ത നടപടിയിൽ അതിവേഗം ഇപ്പോൾ അവർക്കൊരു സ്ഥാനക്കയറ്റം നൽകുന്നതിലൂടെ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായും വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു നടപടിയാണ് ഗോകുൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും സുപ്രധാന രേഖകൾ കേന്ദ്രത്തിന് കൈമാറിയിരുന്നില്ല. ഇത് കൈമാറാത്തതിനെ തുടർന്ന് CBI അന്വേഷണം ഏറ്റെടുക്കുന്നത് വൈകിയിരുന്നു. പിന്നീട് ഇത് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയത്. ഈ 3 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയ്ക്കാണ് ഇപ്പോൾ സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെ സെക്ഷൻ ഓഫീസർ ആയിരുന്ന VK ബിന്ദുവിനെ ഇപ്പോൾ അണ്ടർ സെക്രട്ടറിയായി സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധന തുറമുഖ വകുപ്പിലേക്കാണ് ബിന്ദുവിന് സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സസ്പെൻഷൻ പിൻവലിച്ച് ഈ 3 ഉദ്യോഗസ്ഥരെയും ആഭ്യന്തര വകുപ്പിലേക്ക് തിരിച്ചെടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനക്കയറ്റവും നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ നടപടി സ്വാഭാവികമായും ഇനി സിദ്ധാർത്ഥന്റെ കുടുംബം ഒപ്പം പ്രതിപക്ഷമടക്കം വലിയ ആയുധമാക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഗോകുൽ, തീർച്ചയായും ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ, ഏറെ വിമർശനങ്ങൾ സർക്കാർ നേരിട്ടൊരു നടപടിയായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട പല നടപടിക്രമങ്ങളിലും വീഴ്ച വരുത്തി. അത്തരത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു. ഇപ്പോൾ വീണ്ടും സ്ഥാനക്കയറ്റം നൽകുന്നു. അതൊരു പക്ഷേ ആ കുടുംബത്തിൻ്റെതും മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ വലിയ വിമർശനത്തിന് വഴിവെക്കാവുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട്, 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലയിൽ രാത്രി യാത്രയ്ക്ക് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അടുത്ത 5 ദിവസം അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം നാളെ ആൻഡമാനിലും 31-ാം തീയതി കേരളത്തിലും എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതിനു മുൻപ് തന്നെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 14 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നാളെ മുതൽ 23 വരെ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ശബരിമല യാത്രയ്ക്ക് തത്കാലം വിലക്കില്ല. റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും ഖനനത്തിനും നിയന്ത്രണമുണ്ട്. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കിയിൽ നെടുങ്കണ്ടം, ഉടുമ്പൻചോല, ശാന്തൻപാറ, തൊടുപുഴ എന്നിവിടങ്ങളിലും കോഴിക്കോട്, കോട്ടയം, മലപ്പുറം ജില്ലകളിലും മഴ ശക്തമാണ്. പത്തനംതിട്ട റാന്നി, പെരുന്നാട്, മാടമൺ വള്ളക്കടവിന് സമീപം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് മുകളിൽ മരം കടപുഴകി വീണു. ബസ് ഡ്രൈവർക്ക് നിസാര പരുക്കേറ്റു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മറ്റു വാർത്തയിലേക്ക്. ആലപ്പുഴ ചേർത്തലയിൽ നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. പള്ളിപ്പുറം കേളമംഗലം സ്വദേശിനി അമ്പിളിയാണ് മരിച്ചത്. ആക്രമണത്തിന് ശേഷം ഭർത്താവ് രാജേഷ് രക്ഷപ്പെട്ടു. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, എന്താണ് ഇത്തരമൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം? ഒപ്പം ഈ രാജേഷിനായുള്ള അന്വേഷണം അതേത് നിലയിൽ പുരോഗമിക്കുന്നു?
ഗോകുൽ ഭാര്യയെ കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട രാജേഷിനെ ഇതുവരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല. ആലപ്പുഴ പൂച്ചാക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചേർത്തല പള്ളിപ്പുറം പള്ളിച്ചന്തയിൽ രാത്രി 7 മണിക്ക് സംഭവം ഉണ്ടാകുന്നു. പള്ളിച്ചന്തയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കിലേക്കുള്ള പൈസ വാങ്ങി തന്റെ വാഹനത്തിൽ കയറുന്നതിനിടെയാണ് മറ്റൊരു വാഹനത്തിലെത്തിയ രാജേഷ് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് സ്വന്തം ഭാര്യയുടെ വയറ്റിൽ ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. റോഡിൽ വീണ അമ്പിളിയുടെ കയ്യിലുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗും ബാങ്കിന്റെ ഇന്റർനെറ്റ് മെഷീനും എടുത്ത ശേഷം കടന്നു കളയുകയായിരുന്നു ഈ പ്രതി കൂടിയായിട്ടുള്ള ഭർത്താവ്. സംഭവം കണ്ട് ഓടിക്കൂടിയ ആളുകളാണ് അമ്പിളിയെ തൊട്ടടുത്തുള്ള ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അവിടെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് അയൽവാസികളായിരുന്ന ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. കുറെ നാളുകളായി മദ്യപിച്ചെത്തുന്ന രാജേഷ് അമ്പിളിയുമായി വഴക്കിടുന്നതും മർദ്ദിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാജേഷിന് മറ്റൊരു ബന്ധമുണ്ട്. ഇത് ചോദ്യം ചെയ്തതിലും ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. 2 ആഴ്ചയ്ക്ക് മുൻപ് ഇവരുടെ മകളെ രാജേഷ് മദ്യപിച്ചെത്തി ഉപദ്രവിച്ചിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയ ശേഷം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപ് പോലീസ് സ്റ്റേഷൻ ഹാജരാകണം, ഒപ്പിടണം എന്നുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരൻ കൂടിയാണ് പ്രതി രാജേഷ്. എന്താണെങ്കിലും രാജേഷിന് ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഗൂഗിൾ ശരി, ദാമ്പത്യത്തിലെ തർക്കങ്ങൾ, സംശയത്തെ തുടർന്നുള്ള ആരോപണങ്ങൾ, തർക്കങ്ങൾ, ഇതിനെ തുടർന്നാണ് നടുറോഡിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് അത് എത്തി നിൽക്കുന്നത്. ഏതായാലും പ്രതിയായ രാജേഷിനെ പോലീസ് അന്വേഷിക്കുകയാണ്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ CPIM സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായി കെ രമ MLA. കേസന്വേഷണം ഉന്നതരിലേക്ക് എത്തിയില്ല. ധാരണയുണ്ടാക്കിയവർ അക്കാര്യം വ്യക്തമാക്കണമെന്നും കെ രമ 24നോട് പറഞ്ഞു. TP കേസിൽ ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവർത്തിച്ചു. സോളാർ സമരം അവസാനിപ്പിക്കുന്നതിന് താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് NK പ്രേമചന്ദ്രൻ MPയും വിശദീകരിച്ചു. CPIM മുൻകൈയെടുത്ത് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനോടാണ് കെ രമയുടെ പ്രതികരണം. TP കേസിനെക്കുറിച്ച് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ CPIM അന്നത്തെ UDF സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നെന്ന് കെ രമ MLA. എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഞാനും അന്നേ പറഞ്ഞതാണ്. അത് എന്താണ് എന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റു വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. ആ സംശയം ഉണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്നും സമരം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് CPIM ആണെന്നുമാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. സ്വാഭാവികമായിട്ടും CPM അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. ജോൺ മുണ്ടക്കയം പറയും പോലെ താൻ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടില്ലെന്ന് വിശദീകരിച്ച് NK പ്രേമചന്ദ്രനും ഇന്ന് രംഗത്തെത്തി. സമരം അവസാനിപ്പിച്ചത് ധാരണാപ്രകാരമല്ലെന്ന് അന്ന് LDF-നൊപ്പമായിരുന്ന NK പ്രേമചന്ദ്രൻ. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഒട്ടും ന്യായമില്ലാത്ത സമരം നടത്തിയതിന് CPIM മാപ്പ് പറയണമെന്ന് ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. സമരം അവസാനിപ്പിക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമസമാധാനം മുൻനിർത്തിയായിരിക്കുമെന്ന് ന്യായീകരണം. അതേക്കുറിച്ച് ഞാനങ്ങനെ കമന്റ് പറയാം, അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അതിന് പ്രിവിയല്ല, ഞാനതിന് സാക്ഷിയുമല്ല. അപ്പോൾ അങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം ജനങ്ങളുടെ സംരക്ഷണമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറിയോ LDF കൺവീനറോ മറ്റു മുതിർന്ന നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല. TP ചന്ദ്രശേഖരൻ കേസിൽ കെ രമ തന്നെ സംശയമുന്നയിച്ചതോടെ UDF-ഉം പ്രതിരോധത്തിലായി. 24 തിരുവനന്തപുരം. പറഞ്ഞതിലും നേരത്തെ വിദേശയാത്ര മതിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി. അതീവ രഹസ്യമായിരുന്നു മടങ്ങിവരവ്. സോളാറിലുൾപ്പെടെ പുതിയ വിവാദങ്ങൾക്കിടയിലേക്കാണ് മുഖ്യമന്ത്രി വിമാനമിറങ്ങിയത്. പോയതിലും വന്നതിലുമെല്ലാം സസ്പെൻസ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. തിങ്കളാഴ്ച മടങ്ങിയെത്തുമെന്നാണ് നേരത്തെ മന്ത്രിസഭയെ ഉൾപ്പെടെ അറിയിച്ചിരുന്നത്.
അവസാന നിമിഷം മാറ്റത്തിൽ ഇന്ന് പുലർച്ചെ 3:15 ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും ഭാര്യയും ചെറുമകനും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. തിരികെ എത്തിയ മുഖ്യമന്ത്രിയെ കാത്ത് ചോദ്യങ്ങളേറെ. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാതെ വിദേശയാത്ര നടത്തിയെന്ന വിമർശനം ഒരു വശത്ത്. ഡൽഹിയിലും ബംഗാളിലും ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമോ എന്നത് കാത്തിരിക്കണം. വിദേശയാത്ര രാജ്ഭവനെ പോലും അറിയിച്ചില്ല എന്നതിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒഴിവു വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി LDF-ൽ ഉയർന്നിട്ടുള്ള അവകാശവാദങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ഇന്നലെ പുറത്തു വന്ന സോളാർ ഒത്തുതീർപ്പ് വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാണ്. എത്ര ശ്രമിച്ചാലും ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ചോദ്യമായി അതങ്ങനെ നിൽക്കും. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചത് ആശ്വാസമാണ്. ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നുണ്ട്. സ്വകാര്യ സന്ദർശനം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സ്വഭാവം യാത്രയ്ക്കുണ്ടായിരുന്നോ എന്നതും ഇനി അറിയണം. എല്ലാം വിശദീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിന് കാത്തിരിക്കാം. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുക. രാഷ്ട്രീയ സംവാദത്തിന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വീണ്ടും വെല്ലുവിളിച്ചു. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ ഡൽഹി ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു. ബീഹാർ, ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, ലഡാക്ക്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലായി 49 മണ്ഡലങ്ങളിലാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 695 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രം. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചു. ഹരിയാനയിലെ റാലികളിൽ കർഷകർക്കും സൈനികർക്കും വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ ഡൽഹിയിലെ റാലിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡറുകൾ നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നതായി ആരോപിച്ചു. मैनिफेस्टो में लिखा है अब सरकारी टेंडरों को धर्म के आधार पर देना चाहते हैं. ഡൽഹി രാംലീല മൈതാനിയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ സംവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചു. पब्लिक अनाउंसमेंट किया और नरेंद्र मोदी जी को चिट्ठी लिखी और कहा कि नरेंद्र मोदी जी लोकतंत्र में डिबेट होना चाहिए, डिबेट जरूरी है, आपको राहुल गांधी के साथ डिबेट करना चाहिए. मैं तैयार हूं कहीं भी किसी टाइम भी नरेंद्र मोदी डिबेट करें मेरे साथ. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതിയിൽ ഡൽഹി ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ഡൽഹി സ്വദേശിയായ കുർബാൻ അലി നൽകിയ പരാതിയിലാണ് നടപടി. 24 ഡൽഹി. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാർ അറസ്റ്റിൽ. കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ഡൽഹി പോലീസ് ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. സ്വാതി മാലിവാളിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ആരെയും അറസ്റ്റ് ചെയ്യാമെന്ന സ്ഥിതിയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് കേജ്രിവാളിന്റെ വസതിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഡൽഹി പോലീസ് ബിഭവ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. മുൻകൂട്ടി അറിയിക്കാതെയാണ് പോലീസ് നടപടിയെന്ന് ബിഭവിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. സ്വാതി മലിവാളിന്റെ പരാതിയിലെ അന്വേഷണത്തിൽ സഹകരിക്കാൻ തയ്യാറാണെന്നും തന്റെ പരാതി കൂടി പരിഗണിക്കണം എന്നും ആവശ്യപ്പെട്ടുള്ള ബിഭവിന്റെ ഇമെയിൽ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. വൈകിട്ട് 4:15ഓടെയാണ് ബിഭവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിലടയ്ക്കാൻ ശ്രമമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. നാളെ BJP ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കും. कल मैं 12 बजे अपने सभी बड़े नेताओं के साथ MLAs, MPs सबके साथ 12 बजे BJP हेडक्वार्टर आ रहा हूं. जिसको आप जेल में डालना चाहते हो आप जेल में डाल लो, एक साथ जेल में डाल दो. आपको लगता है कि आप आम आदमी पार्टी के नेताओं को जेल में डाल के आम आदमी पार्टी को क्रश कर दोगे? സ്വാതി മലിവാളിന്റെ വലത് കണ്ണിന് താഴെയും ഇടത് കാലിനും ചതവ് ഏറ്റിട്ടുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സ്വാതിയുടെ പരാതിയിൽ ആരോപിക്കുമ്പോഴുള്ള പരിക്കുകൾ മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. വിവാദത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ആം ആദ്മി. സ്വാതിയെ ഡൽഹി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥർ വസതിയിൽ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി പങ്കുവച്ചു. പരാതിയിലെ ആരോപണങ്ങൾ കളവാണെന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു. 24 ഡൽഹി.
ജ്ഞാനായ യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവേറിയോസിനെ സസ്പെൻഡ് ചെയ്ത നടപടി കോടതി സ്റ്റേ ചെയ്തു. കോട്ടയം മുൻസിഫ് കോടതി 2-ന്റേതാണ് ഉത്തരവ്. മെത്രാപ്പൊലീത്തെ അനുകൂലിക്കുന്നവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. പാത്രിയാർക്കീസ് ബാവയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് മെത്രാൻ അനുകൂലികളുടെ തീരുമാനം. സമുദായ മെത്രാനെ സസ്പെൻഡ് ചെയ്ത അന്ത്യോഖ്യ പാത്രിയർക്കീസ് ബാവയുടെ നടപടിയാണ് കോടതി സ്റ്റേ ചെയ്തത്. ഹർജിയിൽ അന്തിമ ഉത്തരവ് വരെ സ്റ്റേ നിലനിൽക്കുമെന്നാണ് ഇടക്കാല ഉത്തരവ്. മെത്രാപ്പൊലീത്തെ അനുകൂലിക്കുന്നവർ നൽകിയ ഹർജിയിലാണ് നടപടി. അസോസിയേഷന്റെ പിന്തുണയോടെ പാത്രിയർക്കീസിന്റെ സസ്പെൻഷൻ നടപടിയെ ഒരു വിഭാഗം വിശ്വാസികൾ ചോദ്യം ചെയ്തിരുന്നു. വ്യക്തതയ്ക്ക് വേണ്ടി കത്തയച്ചെങ്കിലും പാത്രിയർക്കീസ് ഇതിന് മറുപടി നൽകിയില്ല. കൂടാതെ കല്ലിശ്ശേരി സഹായമെത്രാൻ ചുമതലകൾ കൈമാറുകയും ചെയ്തു. ഇതോടെയാണ് പാത്രിയർക്കീസ് ബാവയെ പൂർണ്ണമായി തള്ളി ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്തെത്തിയത്. ഭരണത്തിനുള്ള അധികാരം സമുദായമെത്രാനാണെന്ന് സഭാ അസോസിയേഷനും പ്രഖ്യാപിച്ചു. ഈ പാത്രിയർക്കീസ് ബാവ അയച്ച കൽപ്പന ജ്ഞാനായ സമുദായം അംഗീകരിക്കുന്നില്ല. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. സഹായമെത്രാനെ സമുദായ മെത്രാപ്പോലീത്തയുടെ ചാർജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ലോയിലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും അത് ഒരു കാലത്തും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അന്ത്യോഖ്യ സിംഹാസനത്തെ അംഗീകരിക്കുമെങ്കിലും നിലവിലെ പാത്രിയർക്കീസ് ബാവയെ അംഗീകരിക്കേണ്ട എന്നാണ് ഇവരുടെ നിലപാട്. പാത്രിയർക്കീസ് ബാവയുടെ നിലപാടിനെതിരെ നാളെ പ്രതിഷേധ സംഗമവും നടത്തും. 21-ാം തീയതി ചേരുന്ന അസോസിയേഷൻ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളും. 24 കോട്ടയം. രക്തസാക്ഷി പട്ടികയിൽ ബോംബ് നിർമ്മാതാക്കളും. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച CPIM. പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർക്കായാണ് രക്തസാക്ഷി സ്മാരകം. ഈ മാസം 22-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. 2015 ജൂൺ 6-നാണ് പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. CPIM പ്രവർത്തകരായിരുന്ന ഷൈജു സുബീഷ് എന്നിവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞെങ്കിലും CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം കൈവിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ. സംസ്കരിച്ചത് പാർട്ടി വക ഭൂമിയിൽ. 2016 മുതൽ ഷൈജു സുബീഷ് രക്തസാക്ഷി ദിനാചരണത്തിനും തുടക്കമിട്ടു. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷിത്വമെന്ന് ഔദ്യോഗിക വിശദീകരണം. ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭീകരപ്രവർത്തനത്തെ CPIM താലോലിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ കുറ്റപ്പെടുത്തി. 24 കണ്ണൂർ. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ P ഗോപാലിന്റെ മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു. പോലീസ് 2 തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടും ഇരുവരും ഹാജരായില്ല. ഇതിന് പിന്നാലെയാണ് ജാമ്യം തേടിയത്. വിദേശത്തേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ 2-3 പ്രതികളാണ് മാതാവും സഹോദരിയും. 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് വിശദീകരണം. വീണ്ടും നോട്ടീസ് നൽകാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇരുവരും കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അതേസമയം രാഹുൽ P ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. ബ്ലൂ കോർണർ നോട്ടീസിന്റെ ഭാഗമായി പ്രതിയുടെ ജർമ്മനിയിലെ വിവരങ്ങൾ ഇന്റർപോൾ ശേഖരിച്ച് CBIക്ക് കൈമാറും. തുടർന്ന് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും. വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പരാതിക്കാരിയെ സന്ദർശിച്ചു. പ്രതിയുടെ ആരോപണങ്ങൾ ശരിയല്ലെന്നും യുവതിയെ മാനസികമായി തകർക്കാൻ അനുവദിക്കില്ലെന്നും സതീദേവി. ആ കേസ് ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയൊരു കുട്ടിക്കും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാതെ വിധത്തിൽ ഇത് സമൂഹം തന്നെ ഏറ്റവും ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയമായിട്ട് ഏറ്റെടുക്കാനും നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആകെ തകർന്നു പോവുകയല്ല വേണ്ടത്. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച മാങ്കാവ് സ്വദേശി P രാജേഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു. 24 കോഴിക്കോട്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടായെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സമരക്കാരെ കുത്തിയിളക്കി വിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ സമരങ്ങൾക്ക് പിന്നിൽ മോട്ടോർ വാഹന വകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെന്ന വിമർശനമാണ്
ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തവരെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ചെയ്യും. ലിസ്റ്റുണ്ട്, എണ്ണി വെച്ചിട്ടുണ്ട്. അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും, ഒരു സംശയം അതിനകത്ത് വേണ്ട. കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമ്മതിച്ചു, ശരിയാണ്, നല്ല ലൈസൻസ് കൊടുക്കണം, മന്ത്രി പറഞ്ഞാൽ ശരി. കൊല്ലത്തടക്കം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇളക്കി വിട്ടു. 10 ലക്ഷത്തിലധികം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്നത് ശരിയല്ല. 2,26,000 ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത്. റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരിക്കോടി നൽകാൻ കഴിയില്ലെന്നും കെ ബി ഗണേഷ് കുമാർ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, അഴിമതി നടത്താനല്ല. നല്ല ലൈസൻസ് ആണ്. നമ്മുടെ മക്കളാണ്, ജീവിതമാണ് ഈ റോഡിൽ പിടിക്കുന്നത്. ഇതെന്തോ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ? സർക്കാർ പ്രഖ്യാപിച്ച എല്ലാവർക്കും റേഷൻ കാർഡ്, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ്, 24 മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ കേൾക്കാൻ രസമുണ്ട്. അല്ലാതെ 3.5 കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്ത്, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്ത്രീയാണെന്നല്ല. ഒറ്റ ദിവസം 126 ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ മോട്ടോർ വാഹന വകുപ്പിലുണ്ട്. ഇത് വകുപ്പിന് തന്നെ നാണക്കേടാണ്. ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതെളിയിക്കാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഡ്രൈവിങ്ങിനെ ഏർപ്പെടുത്തുന്ന ഫീസ് എല്ലാം കൂടാതെ കൈ തെളിയാൻ ഒരു ഫീസുണ്ട്. 1 മണിക്കൂറിന് 600 രൂപ 700 രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ. സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചെലവഴിച്ച് കൈ തെളിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കയ്യാലപ്പുറത്തിരിക്കും. സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു ദണ്ണമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറെണ്ണം. അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നൊരു സംശയമില്ല. എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാവും. വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുതെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. 24 കൊല്ലം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. നാവിലെ ശസ്ത്രക്രിയ ബന്ധുക്കളെ അറിയിക്കാതിരുന്നത് ഡോക്ടറുടെ വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട്ടിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം 200 കടന്നു. 217 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിൽ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളുമായി 20-ലധികം പേർ ചികിത്സയിൽ. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലിലും ഹൈക്കോടതി വിധി പറയും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 വിധി പ്രസ്താവം. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ TG നന്ദകുമാർ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായി. ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ. പോലീസ് നടപടി സ്വാഭാവികമാണെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും TG നന്ദകുമാർ. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ചതിന് വിനോദസഞ്ചാരികൾക്കെതിരെ കേസെടുത്തു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7 അംഗ സംഘത്തിനെതിരെയാണ് കേസെടുത്തത്. ആനയെ പ്രകോപിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആനനെ കാണിക്കും. മതി. അല്ല, ഇവനുള്ള പണി കൊടുക്കാം. ഇന്നലെ വൈകിട്ട് അതിരപ്പള്ളി ആനക്കയത്ത് വച്ചായിരുന്നു പ്രകോപനം. സുഹൃത്തുക്കളുമായി പന്തയം വച്ച ശേഷമാണ് കേസിലെ 1-ാം പ്രതി തമിഴ്നാട് റാണിപ്പേട്ട് സ്വദേശി M സൗക്കത്ത് ആനയെ പ്രകോപിപ്പിച്ചത്. മധുരപലഹാരങ്ങളും പഴവും ആനക്കടുത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. പ്രകോപിതനായ ആന പാഞ്ഞെടുത്തതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. അതുവഴി വന്ന മറ്റൊരു സംഘമാണ് ദൃശ്യങ്ങൾ പകർത്തി വിവരം വനംവകുപ്പിന് കൈമാറിയത്. ആനക്കയത്തുനിന്ന് സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളിൽ 1-ാം പ്രതി സൗക്കത്തിനെ റിമാൻഡ് ചെയ്തു. മലയാറ്റൂർ വനമേഖലയിൽ നിന്ന് വാഴച്ചാൽ വനമേഖലയിലേക്കും പിന്നീട് പറമ്പിക്കുളത്തേക്കും ആനകൾ സഞ്ചരിക്കുന്ന ആനത്താരയിലാണ് ആനയെ പ്രകോപിപ്പിച്ചത്. അതിനാൽ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. 24 തൃശൂർ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരും. ഡൽഹിയിൽ 46.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, വീണ്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരിക്കൽ കൂടി ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വരുന്നു. എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? സ്കൂളുകൾക്കോ മറ്റോ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
ഗോകുൽ, മുൻ വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ശക്തമായ ഉഷ്ണതരംഗമാണ് ഉത്തരേന്ത്യൻ മേഖലയിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ ചൂട് 45 ഡിഗ്രിയോ അതിന് മുകളിലേക്കോ ഉയരാറുള്ളത് ജൂൺ മാസത്തോടെ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉത്തരേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ ചൂട് 45 ഡിഗ്രിക്ക് മുകളിലായിരിക്കുന്നു. ഡൽഹിയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ഉഷ്ണമാപിനികളിലും താപനില 44 ഡിഗ്രിക്ക് മുകളിലാണ്. ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂട് എന്നുള്ളത് 46.8 ഡിഗ്രിയാണ്. രാജസ്ഥാനിലെ ബാർമറിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ കാൺപൂരിലും ഇന്ന് ഏറ്റവും ഉയർന്ന താപനില 46.9 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിലും ഉത്തർപ്രദേശിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസം കൂടി ഈ ഉഷ്ണതരംഗം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ശരി, ഉത്തരേന്ത്യയിൽ ചൂട് കൂടുകയാണ്. ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയാണ് പ്രധാനമെന്ന് മറുപടി. തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം മുസ്ലിം ലീഗിനെ വേദനിപ്പിച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചാണ് ലീഗ് യോഗം കോഴിക്കോട് ചേർന്നത്. സുപ്രഭാതം പരിപാടി ബഹിഷ്കരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: ഇപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി ചേരുകയാണല്ലോ. ഇപ്പം അതിനാ പ്രധാനം. ഇത് അതിനും നല്ല മീറ്റിംഗ് അല്ലേ. സുപ്രഭാതം ഉദ്ഘാടന തീയതി മുടിനാരിഴ കീറി പരിശോധിക്കേണ്ട എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. സുപ്രഭാതം പത്രം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങളൊക്കെ കണ്ടതാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരെ അറിയിച്ചിട്ടും ബഹിഷ്കരണം ആഹ്വാനമൊന്നും ലീഗ് അടുത്തുണ്ടെങ്കിൽ പറയുമല്ലോ. അങ്ങനെയല്ല ഉള്ളത്. സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്. ആ വിഷയങ്ങൾ സമസ്തയായിട്ടുള്ള പ്രശ്നമല്ല. സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ വിഷയങ്ങൾ ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം. അത് ചെല്ലാൻ കഴിയില്ല. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ മുടിനാരി നോക്കണ്ട. സുപ്രഭാതം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനിരുന്ന കോൺഗ്രസ് നേതാക്കളെ ലീഗ് തടഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ പ്രതികരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല. പ്രശ്നങ്ങളില്ലെന്ന് പറയുമ്പോഴും സംസ്ഥയുമായി ഒത്തുതീർപ്പിനില്ല എന്ന സൂചനയാണ് ലീഗ് നേതാക്കൾ നൽകുന്നത്. 24 കോഴിക്കോട്. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിനെ വിമർശിച്ച് മന്ത്രി PM മുഹമ്മദ് റിയാസ്. സുപ്രഭാതം മതനിരപേക്ഷത കാത്തുസൂക്ഷിച്ച പത്രമാണ്. ചടങ്ങ് ആരെങ്കിലും ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മതനിരപേക്ഷത മുറുകെ പിടിക്കാൻ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുവെക്കുകയോ അല്ലെങ്കിൽ ബഹിഷ്കരണം കൊണ്ടുവരികയോ ചെയ്താൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒന്നിച്ചു ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മാധ്യമമാണ് സുപ്രഭാതം. അപ്പോൾ ആ സുപ്രഭാതം ഗൾഫിൽ നമ്മുടെ ഒരു മിനി കേരളമാണുള്ളത്. ഇവിടെ ഒരു എഡിഷൻ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുകൊള്ളുകയാണ് ചെയ്യേണ്ടത്. മലയാളികളുടെ സന്തോഷമാണ്. അതിലാരെങ്കിലും ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നത്. മറ്റു വാർത്തയിലേക്ക്. ആം ആദ്മി പാർട്ടി രാജ്യസഭാ MP സ്വാതി മലിവാളിനെ ഉപദ്രവിച്ച കേസിൽ ബിഭവ് കുമാറിനെതിരെ ഡൽഹി പോലീസ്. ബിഭവ് കുമാറിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി ബിഭവ് സഹകരിക്കുന്നില്ലെന്നും ഡൽഹി പോലീസ്. അച്യുതൻ നൽകും വിശദാംശങ്ങൾ. അച്യുതൻ, ജാമ്യാപേക്ഷയുമായി ബിഭവ് കുമാർ കോടതിയെ സമീപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണല്ലോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ. എന്താണ് പോലീസ് ആരോപിക്കുന്നത്? പിന്നാലെയാണ് ബിഭവ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇത് പ്രധാനമായും പോലീസ് ആം ആദ്മി പാർട്ടി രാജ്യസഭാ MP സ്വാതി മാലിവാളിനെ ഉപദ്രവിച്ചു എന്ന കേസിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ PA കൂടിയായ ബിഭവ് കുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദം ഡൽഹിയിൽ കൊഴുക്കുകയാണ്. BJP ഉൾപ്പെടെ ഈ
ആക്രമിച്ച വ്യക്തിക്കൊപ്പം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നു, AAPയും ആക്രമിച്ച ആൾക്കൊപ്പം നിൽക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോഴാണ് അതിനെ രാഷ്ട്രീയമായി നേരിടാനൊരുങ്ങുകയായിരുന്നു കെജ്രിവാൾ. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിശദാംശങ്ങൾ. ഗൂഗിൾ വിഭവ് കുമാറിനെതിരെ ഡൽഹി പോലീസ് ഇപ്പോൾ കോടതിയിൽ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് 7 ദിവസത്തെ കസ്റ്റഡിയുടെ ഒരു ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങൾ അത് ഉൾപ്പെട്ട DVR ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിട്ടില്ല. കണ്ടെടുത്ത CCTV ദൃശ്യങ്ങളാകട്ടെ അത് ശൂന്യമാണ്. പ്രതിയുടെ ഫോൺ പാസ്വേഡ് നൽകിയിട്ടില്ലെന്നും ഫോൺ ഇന്നലെ ഫോർമാറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വിഭവ് കുമാറുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ശക്തമായ ഒരു പ്രതിവാദത്തിലോടുകൂടി വിഭവ് കുമാറിന്റെ അഭിഭാഷകൻ എതിർത്തിട്ടുണ്ട്. അതായത് സംഭവം നടന്ന ഡ്രോയിങ് റൂമിൽ CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് അഭിഭാഷകൻ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദം. CCTV ദൃശ്യങ്ങൾ അത് മെയിൻ ഗേറ്റ് മുതൽ റെസിഡൻഷ്യൽ ഏരിയ വരെ മാത്രമാണ് CCTVകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ് റൂമിന്റെയോ മറ്റ് വസതിക്കകത്തുള്ള ദൃശ്യങ്ങൾ ലഭിക്കില്ല എന്നുള്ള ഒരു വാദം മുന്നോട്ട് വച്ചിട്ടുണ്ട്. മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയാണ് വേഗത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ശക്തമായൊരു വാദപ്രതിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് കോടതി എത്ര ദിവസത്തെ റിമാൻഡിൽ വിടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഗോകുൽ. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ആ വാർത്തയുടെ വിശദാംശം പങ്കുവച്ചത്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ ഷോറൂം കൊല്ലം അഞ്ചലിൽ PS സുപാൽ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഓക്സിജൻ CEO ഷിജോ K തോമസ്, മാനേജിംഗ് പാർട്ണർ മോളി വർഗീസ് എന്നിവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. 3 നിലകളിലായി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, LED TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയവ ലഭ്യമാണെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് മാനേജ്മെന്റ് അറിയിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പണം നൽകാനുള്ള മാർഗനിർദ്ദേശം തേടിയാണ് അംഗങ്ങൾ എത്തിയത്. മരിച്ച സൗദി പൗരന്റെ കുടുംബത്തിന് നൽകാനുള്ള ദിയാധനമായ 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം തേടിയാണ് സഹായ സമിതിയും എംബസി ഉദ്യോഗസ്ഥരും റിയാദ് ഗവർണറേറ്റിൽ എത്തിയത്. പണം സർട്ടിഫൈഡ് ചെക്കായി നേരിട്ട് കുടുംബത്തിന് നൽകണോ അതോ കോടതിയുടെ അക്കൗണ്ടിലേക്ക് നൽകണോ എന്ന നിർദ്ദേശം ഗവർണറേറ്റ് നൽകും. ഈ നിർദ്ദേശം വന്നാൽ ഉടൻ തന്നെ നാട്ടിൽ സമാഹരിച്ച 15 മില്യൺ റിയാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറും. തുടർന്ന് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ സൗദിയിലെ ഇന്ത്യൻ എംബസി തുക സർട്ടിഫൈഡ് ചെക്കായി ഗവർണറേറ്റ് നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്കും നൽകും. ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പ്രധാന ഘട്ടം പൂർത്തിയാകും. പിന്നീട് ഇരുവിഭാഗത്തിന്റെയും അഭിഭാഷകർ കോടതിയിൽ ഹാജരായി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. തുടർന്നായിരിക്കും റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നതും മോചനത്തിനുള്ള ഉത്തരവിടുന്നതും. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കടമകലം, 24. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.